ഹലോ ഫ്രണ്ട്സ്, KN99 ശ്രീതു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഇഷ്ടമായ കമന്റും കൂടാതെ നിങ്ങളുടെ ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് ആദ്യം റെന ഫാത്തിമയുടെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം ഗൈസ്. ഓക്കെ, ഞാൻ ഇന്നലെ ടോപ്പ് 5 പ്രഡിക്ഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പേഴ്സണലി താല്പര്യമുള്ള ആൾക്കാരെ പേരുകൾ. അതായത് ഞാൻ അവിടെ 50 ഡേയ്സ് നിന്നതാണ്. അപ്പോൾ എനിക്ക് ഓരോരുത്തരുടെ സ്വഭാവം ഗെയിമും ഒക്കെ ലൈക്ക് നിങ്ങൾ 24 hours കാണുകയാണെങ്കിൽ കൂടിയും 24 hours ഒരു ലിമിറ്റൊക്കെ ഉണ്ട് കാണുന്നതിന്. പക്ഷേ ഞാൻ അവിടെ 24 hours അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പേഴ്സണലി നല്ല ഗെയിം ഇഷ്ടപ്പെട്ടിട്ട് വരാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന 5 ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അനുമോളെ പേര് പറഞ്ഞിട്ടില്ല. അപ്പം എല്ലാവരും ഇന്നിട്ട് ആക്രമിക്കുകയാണ്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. അതായത് നീ എന്താണ് അനുമോളെ പേര് പറയാത്തത്? ഗൈസ്, നിങ്ങളെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ പറഞ്ഞു അനുമോളെ പേര്. ഞാൻ അതിന് ശേഷം അനുമോളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പ് 5 എന്തായാലും വരും എന്നതിൽ അനുമോളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അനുമോളെക്കാട്ടും അതിൽ വരാൻ ടോപ്പ് 5 വരാൻ ആഗ്രഹമുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ സാബുമാൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ലക്ഷ്മിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അനുമോളെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അനുമോള് ഒരുപാട് കോണ്ടൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ അനുമോളെ പറ്റി നല്ലതും പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അവളെ പറ്റി ഒരു മോശമായിട്ട് പറഞ്ഞിട്ടുമില്ല. എനിക്ക് അനുമോളെ പേഴ്സണലി ഒരു വിരോധവും ഇല്ല, അനുമോൾക്ക് എന്നോടും ഇല്ല. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. പക്ഷേ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് അനുമോളെക്കാട്ടും കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ടോപ്പ് 7 ആയിരുന്നെങ്കിൽ ഞാൻ അനുമോളെ പേര് പറയായിരുന്നു. ഗൈസ് പ്ലീസ്, ഒരാളെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യരുത്. വീഡിയോ കണ്ടല്ലോ ഗൈസ്. റെന ഫാത്തിമ 2 ദിവസം മുന്നേ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് സീസൺ 7 ആരൊക്കെയാണ് ടോപ്പ് 5 വരുന്നത് എന്നുള്ളത്. പക്ഷെ അതിൽ ഈ പറഞ്ഞ അനുമോളുടെ പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അനുമോളുടെ പേര് പറയാത്തത് കൊണ്ട് തന്നെയും സാധാരണ അനുമോളുടെ ഫാൻസ് കുറച്ച് പേര് അവളുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ മോശം കമന്റ് ഇടുകയും അവൾക്ക് അസൂയ കൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ റെന രണ്ടാമതും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ റെന പറയുന്ന അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ അകത്ത് മറ്റ് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ചുമ്മാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന കിച്ചണിലും കൂടാതെ നമ്മുടെ മേക്കപ്പ് സ്ഥലത്തൊക്കെ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. പിന്നെ ഈ പ്രേക്ഷകരുടെ ഇഷ്ടം ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് അനുമോൾ എന്നാണ് റെന പറയുന്നത്. അപ്പൊ അതിനോട് എനിക്ക് യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ ആ സമയം മുതൽ ഈ സമയം വരെയും അതിനകത്ത് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ബാക്കി ആരും കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ അനീഷ് കൊടുക്കുന്നുണ്ട്, കൂടാതെ ഷാനവാസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അനുമോളും നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ PR പറ്റിയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ എല്ലാവരുടെ ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അനുമോളോടും ചോദിക്കുന്നുണ്ട്, പുറത്ത് 15 ലക്ഷം രൂപ ഈ പറയുന്ന PR കൊടുത്തിട്ടല്ലേ വന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ മറ്റു മത്സരാർത്ഥികളും പറയുന്നുണ്ട് അനുമോൾ കൊടുത്തു എന്ന് തന്നെ നമ്മളോട് പറഞ്ഞു എന്നതുമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ഈ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ PR വർക്ക് കൊടുക്കാതെ അകത്ത് കയറിയത് അനീഷും കൂടാതെ ഈ പറയുന്ന സാബുമോനാണ്. പക്ഷെ അനീഷ് അകത്ത് കയറിയതിനു ശേഷം അനീഷിന്റെ ബ്രദർ PR വർക്ക് കൊടുത്തു എന്നൊക്കെ നല്ല രീതിയിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ പറയുന്ന PR വർക്ക് ഏകദേശം എല്ലാവരും കൊടുത്തിട്ടുണ്ട്. PR വർക്ക് കൊടുത്താലും PR വർക്ക് പുറത്ത് കൊടുത്തു, പക്ഷെ അകത്ത് കണ്ടന്റ് ഇല്ല എങ്കിൽ ഒരിക്കലും ജനങ്ങൾ വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഒരു വോട്ടിന് യാതൊരു വാല്യൂ ഇല്ല. എത്ര തന്നെയായാലും നമ്മുടെ പ്രേക്ഷകരുടെ വോട്ടിന് അതിലൊരു 50% PR വർക്ക് ഉണ്ടെങ്കിൽ 50% പ്രേക്ഷക വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന ചിലപ്പോൾ മേ ബി PR വർക്കിന് വേണ്ടിയിട്ടായിക്കോട്ടെ അനുമോൾ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇനി അല്ലാതെ ആയാലും അനുമോൾ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അനുമോളുടെ പല കണ്ടന്റും എടുത്ത് നോക്കുകയാണെങ്കിൽ അനുമോൾ വേണം എന്ന് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ക്രിയേറ്റ് ചെയ്യും മറ്റു മത്സരാർത്ഥികൾ അനുമോളുടെ പ്ലാച്ചി എടുത്തിട്ട് കെട്ടിത്തൂക്കുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അനുമോൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടും ടോപ്പ് 5 അല്ല ടോപ്പ് 3 വരാൻ ഏറ്റവും അർഹയായ ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന റെന ഫാത്തിമ ആദ്യമൊക്കെ ഈ ബിഗ് ബോസിനകത്ത് അനുമോളായിട്ട് ഭയങ്കര ഫൈറ്റാണ്. ചുമ്മാ വെറുതെ റെനയെ പറ്റി പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറയുന്ന ഒരു ചീവീട് കരയുന്ന ശബ്ദം. അപ്പോൾ അത്രയും നെഗറ്റീവ് റെനയ്ക്ക് പുറത്തുണ്ടായിരുന്നു. അതിനുശേഷം റെന
നമ്മുടെ വൈൽഡ് എൻട്രി വന്നപ്പോൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി അനുമോൾക്ക് നല്ല സപ്പോർട്ടാണ് എന്നുള്ളത്. പിന്നെ നേരെ അനുമോളുടെ ഭക്ഷണം ചേർന്ന് അനുമോളുടെ നല്ല ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ദിവസം കളിച്ചു. അങ്ങനെ ഇവൾ പുറത്ത് വന്നു. പക്ഷെ പുറത്ത് വന്നപ്പോഴും ഇവൾക്ക് അനുമോളോടുള്ള ഈ ഒരു ആളുകളുടെ ഇഷ്ടം അല്ലെ അവരുടെ ഗെയിം അത് കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വീഡിയോസും മാക്സിമം അനുമോളെ എത്രയോ പേർ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ ഒരു PR കാരണം അനുമോൾ എന്തായാലും ടോപ്പ് ചിലപ്പോൾ മേ ബി ഫസ്റ്റ് വിന്നറായ ചാൻസ് ഉണ്ട്. അനുമോൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ അനീഷ് അനുമോൾ ഇവരിൽ രണ്ടുപേരിലും ആരെങ്കിലും ഒരാളായിരിക്കും ഇതിന്റെ വിന്നർ ആവുക എന്നുള്ളത്. പിന്നെ ഷാനവാസം തൊട്ട് പറയാൻ തന്നെ ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന രണ്ട് വ്യക്തി തന്നെയാണ് ഈ പറയുന്ന അനീഷും കൂടാതെ നമ്മുടെ അനുമോളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അനുമോൾ 100% ടോപ്പ് 5 ലിസ്റ്റിൽ വരിക മാത്രമല്ല ടോപ്പ് 3 നിന്നും വിന്നർ ആകാൻ കൂടി ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു PR വർക്ക് കൊണ്ട് മാത്രമാണ് അനുമോൾ അതിനകത്ത് പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ ലേഡി മത്സരാർത്ഥികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് ഈ പറയുന്ന അനുമോൾ തന്നെയാണ്. പറയേണ്ടടുത്ത് പറയാനുള്ളത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് പോലും നല്ല സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഗെയ്സ്, ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അനുമോളെ പറ്റി എന്താണ് അഭിപ്രായം? ഈ പറയുന്ന വെറും PR വർക്ക് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണോ അനുമോള്? അതല്ല റെന പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും കൂട്ടുകാരാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.